ഹായ് ഹലോ. പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചതുകൊണ്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വിഷമിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ എങ്ങനെയാണോ ഒരു സ്കൂൾ സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. നമ്മൾ ഏത് സ്കൂളിലാണോ പഠിച്ചത് അവിടെ പോയി ഒരു അപേക്ഷ എഴുതി കൊടുക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. അപേക്ഷ എഴുതേണ്ടത് ഇങ്ങനെയാണ്. ആദ്യം തന്നെ ഫ്രം വയ്ക്കുക. അതിന് താഴെ ആർക്കാണോ സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണ്ടത് അവരുടെ പേര് എഴുതുക, പിന്നെ അഡ്രസ്സ് എഴുതുക, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും എഴുതുക. അഡ്രസ്സ് എഴുതുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ അന്ന് സ്കൂളിൽ കൊടുത്ത അതേ അഡ്രസ്സ് തന്നെ വേണം ഇതിൽ എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ അച്ഛൻ്റെ പേര് അല്ലെങ്കിൽ അമ്മയുടെ പേര് അതുകൂടി ചേർക്കേണ്ടതാണ്. അതിനുശേഷം ടു എന്ന് പറഞ്ഞിട്ട് സ്കൂളിലെ ഹെഡ് മാസ്റ്റർക്ക് വേണ്ടിയിട്ട് എഴുതുക. സ്കൂളിൻ്റെ പേര് ചേർക്കുക. സ്ഥലം കൂടി എഴുതിയാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഫ്രമും ടൂവും എഴുതി കഴിഞ്ഞതിന് തൊട്ട് താഴെ ഒരു അഭിസംബോധന ചെയ്ത് തുടങ്ങേണ്ടതാണ്. സർ എന്നോ അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് സർ എന്നോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സർ എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തതിന് ശേഷം അതിന് തൊട്ട് താഴെ നമ്മൾ ഇങ്ങനെയാണ് എഴുതി തുടങ്ങേണ്ടത്. ഞാൻ ഈ സ്കൂളിൽ ഇന്ന കാലഘട്ടത്തിൽ പഠിച്ച വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണ്. കാലഘട്ടം നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഈ അപേക്ഷയിൽ എഴുതാനായിട്ട് മറക്കരുത്. കാരണം വർഷം കറക്റ്റായിട്ട് അറിഞ്ഞാലാണ് സ്കൂളിലെ അധികൃതർക്ക് നമ്മുടെ അഡ്മിഷൻ ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമുണ്ടാകുള്ളൂ. അതിനുശേഷം അപേക്ഷയിൽ ചില സാഹചര്യങ്ങൾ കാരണം എനിക്ക് തുടർ പഠനത്തിന് വരാൻ സാധിച്ചില്ല എന്ന് എഴുതുക. എന്തെങ്കിലും കാരണം നിങ്ങൾക്കുണ്ടെങ്കിൽ അതുകൂടി രേഖപ്പെടുത്താവുന്നതാണ് കേട്ടോ. ഇനി അപേക്ഷയിൽ നിങ്ങൾ എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് സ്കൂൾ സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കുന്നത് എന്നുകൂടി രേഖപ്പെടുത്തേണ്ടതാണ് കേട്ടോ. ഈ വിവരങ്ങളെല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം അപേക്ഷയുടെ ഏറ്റവും താഴെ നമ്മുടെ പേര് എഴുതി സൈൻ ചെയ്തിട്ട് വേണം സ്കൂളിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപേക്ഷ സമർപ്പിച്ച് ഏകദേശം ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ സ്കൂൾ അധികൃതർ നമ്മളെ വിളിച്ച് നമ്മുടെ അഡ്മിഷൻ ഡീറ്റെയിൽസ് നമുക്ക് തരുന്നതായിരിക്കും. ഈ അഡ്മിഷൻ വിവരങ്ങൾ ഒരു 50 രൂപയുടെ മുദ്രപത്രത്തിൽ നമ്മൾ പ്രിൻ്റ് ചെയ്ത് വാങ്ങേണ്ടതാണ്. ഈ മുദ്രപത്രം തിരികെ സ്കൂളിൽ കൊണ്ടുപോയി ഹെഡ് മാസ്റ്ററുടെ സീലും സൈനും വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ ഇതിൽ ഒരു അപേക്ഷയുടെ മാതൃക കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇത് നോക്കി എഴുതാവുന്നതാണ്. അപ്പോൾ താങ്ക് യു.